കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇയാൾ എന്നോട് പറഞ്ഞത് ഒരു വീട്ടിൽ 3 സ്ത്രീകൾ മാത്രമുള്ള ഒരു വീട് സന്ദർശിക്കാൻ ഇലക്ഷന്റെ ഒക്കെ ഭാഗമായിട്ട് മറ്റോ പോയ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥയാണ്. അവർ പോയ സമയത്ത് അവരോട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, ആരുമില്ല. അപ്പൊ ചോദിച്ചു പോലും, നിങ്ങൾ 3 മാത്രമല്ലേ ഉള്ളൂ, എങ്ങനെ ജീവിക്കുന്നത്? ദരിദ്ര കുടുംബമാണ്. അപ്പൊ അതിൽ പ്രായമുള്ള ഒരു സ്ത്രീ പറഞ്ഞത്ര, ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകൻ ഞങ്ങളെ രക്ഷിക്കുന്നു. അപ്പൊ കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് തോന്നി, പക്ഷെ ഇവർക്കന്ന് മനസ്സിലായില്ല ആരാണത് ചോദിച്ചു പോലും. അത് മറ്റാരുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഹർഷ ഈ വീഡിയോ കണ്ടിരുന്നില്ലേ? KM അഭിജിത്ത് ഷെയർ ചെയ്തൊരു വീഡിയോ ആണ്. ശൈലജ ടീച്ചർ എന്ന് പറയാണ്, 3 സ്ത്രീകൾ മാത്രമുള്ള ഒരു വീട്. മറ്റൊരു ആവശ്യമായിട്ട് ഒരാൾ അവിടെ പോയപ്പോൾ അറിഞ്ഞതാണ്. നിങ്ങൾ 3 സ്ത്രീകൾ മാത്രമായി എന്ത് ധൈര്യത്തിലാണ് ഇവിടെ ഉള്ളത്? അപ്പൊ അവര് പറയുന്ന മറുപടിയിലുള്ള ഒരു വാക്ക്, അതായത് ഞങ്ങൾക്ക് പിറക്കാതെ പോയ ഒരു മകനുണ്ട് കേരളത്തിൽ. ഓർക്കണം, ഈ വീഡിയോ കാണുമ്പോൾ ഒരു തവണ കണ്ടാൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, 2 തവണ കണ്ടാലും പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ആദ്യത്തെ 2 തവണ തോന്നിയില്ല എന്നുള്ളത്. പക്ഷെ പിന്നീട് ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കുമ്പോൾ 3 സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ അവർക്ക് പിറക്കാതെ പോയ മകൻ കേരളത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അത് മറ്റാരുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതെ, അപ്പൊ അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ആവശ്യവുമായി അങ്ങോട്ട് ചെല്ലുന്ന ആ ഉദ്യോഗസ്ഥ തന്നെ ചോദിക്കുന്നത്, പറഞ്ഞു വെക്കുന്ന ഇതാണ്, 3 സ്ത്രീകളുള്ള ഒരു വീട്ടിൽ സുരക്ഷ ഇല്ല എന്നുള്ളതാണ് ആദ്യമേ പറഞ്ഞു വെക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ. അതിനുശേഷം പറയുന്നത് പിണറായി വിജയനാണ് അവർക്ക് സുരക്ഷ ഒരുക്കുന്നതെന്ന്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സ്ത്രീ സുരക്ഷ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഉണ്ടോ? എന്നെ സംബന്ധിച്ച്, എന്നെ കുറിച്ച്, എന്റെ ഒരു പക്ഷം വെച്ചാണെങ്കിൽ എനിക്കത് ഇത്രയും നാളായിട്ട് ഉറപ്പിക്കാൻ സാധിച്ചില്ല. 24 വയസ്സായി. പക്ഷെ ആക്രമിക്കപ്പെട്ട എത്ര സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ട്? ഇപ്പോൾ ആക്രമിക്കപ്പെട്ടവരുടെ ഒക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ കൂടിയാണ് നമ്മുടെ സർക്കാർ ഇതുവരെയും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവൾക്കൊപ്പം എന്ന് പറയുമ്പോഴും ഈ പറയുന്ന അവൾക്കൊപ്പം CPM-കാരോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് CPM-കാരോ CPM-നോട് അനുബന്ധമുള്ള ആളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന CPM-നെ തൊടാൻ ഭയമുള്ള ആളുകളോ ആണെങ്കിൽ ആ സമയങ്ങളിൽ മാത്രം അവനൊപ്പവും, അല്ലാത്ത സമയങ്ങളിൽ അവൾക്കൊപ്പവും എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ പുറമെ അവൾക്കൊപ്പം എന്നും ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അവനൊപ്പം എന്നുമുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ നിലവിൽ നമ്മുടെ പിണറായി സർക്കാരിന്റെ നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ചിലയിടങ്ങളിൽ സ്പെഷ്യൽ കേസുകളൊക്കെ ഉണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലേക്ക് പൂർണ്ണമായും അവൾക്കൊപ്പം തന്നെയാണ് കേട്ടോ, അവനൊപ്പം നമുക്ക് പറയാൻ സാധിക്കില്ല. പൂർണ്ണമായും ഈ പെൺകുട്ടികളെ കൊണ്ട് പരാതി കൊടുപ്പിക്കാനുള്ള കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ സെലക്റ്റീവായിട്ട് ആർക്കൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ ആരുടെയൊക്കെ കൂടെ നിൽക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കും. ഈ പറയുന്ന കേസ് ഏതാണോ എന്നുള്ളതിനേക്കാൾ ഉപരി വ്യക്തി ആരാണ് എന്നുള്ളത് വ്യക്തി അധിഷ്ഠിതമായിട്ടാണ് കേസ് എടുക്കുന്നത്. പിന്നെ ഈ പറയുന്ന ശൈലജ ടീച്ചറിന്റെ ഈ ഒരു പ്രസ്താവനയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ അല്ലെങ്കിൽ അതിനുള്ള ട്രോളുകൾ എന്ന് പറയുന്നത്, സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതങ്ങ് നേരിട്ട് ചോദിച്ചാൽ പോരെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സ്വപ്നം കാണുകയാണോ, അതിനേക്കാളൊക്കെ ഉപരി ഒരു ചോദ്യം പ്രസക്തമായിട്ട് എനിക്ക് തോന്നിയത്, ഇത്രയും വലിയ ഒരു കാര്യം പറഞ്ഞ അല്ലെങ്കിൽ ഇത്രത്തോളം വലിയൊരു പിണറായി വിജയൻ അത്രത്തോളം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു PR വർക്ക്, പെയ്ഡ് അല്ലാത്ത PR വർക്ക് എന്ന് പറയേണ്ടി വരും ഇത് ഒറിജിനൽ ആണെങ്കിൽ. അപ്പോ അത് പറഞ്ഞത് ആരാണെന്ന് ഓർമ്മയില്ലേ എന്നുള്ളതാണ്, അല്ലെങ്കിൽ പറയുന്നത് ആരാണെന്നുള്ളത് പുറത്ത് പറയാത്തതാണോ, ഇവർക്ക് അറിയുന്ന ആരെങ്കിലും ആണ് ഇനി പുറത്ത് പറഞ്ഞാൽ വീണ്ടും ട്രോളാകുമെന്ന് ഭയപ്പെട്ടിട്ടാണോ എന്നുള്ളത് അറിയില്ല യഥാർത്ഥത്തിൽ. അതല്ല, ഒരു കാര്യം ആലോചിക്കണം. ഇതിനു മുൻപ് ഇതുപോലൊരു പുകഴ്ത്തൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് മുൻ ആരോഗ്യമന്ത്രിയാണെങ്കിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു ഡയലോഗ് ഓർമ്മയുണ്ട്, ഈ കപ്പൽ ആടിയുലയുകയില്ല സാർ. പക്ഷെ ഇപ്പോൾ കപ്പൽ തപ്പിയെടുക്കേണ്ട, തോർത്തു കൊണ്ട് കോരേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുങ്ങി തീരാറായി എന്ന് പറയേണ്ടി വരും. ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്. കപ്പിത്താൻ എന്ത്? അതെ, ഇപ്പൊ കപ്പിത്താൻ അന്വേഷിച്ചെടുക്കാണ്. കപ്പിത്താൻ ഇനി മുങ്ങാതിരിക്കാനുള്ള പല തന്ത്രപ്പാടുകളിലുമാണ്. കപ്പിത്താന്റെ ഇടം കൈയും വലം കൈയും ഒക്കെ വീണ് കഴിഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ. അതെ, ഇനി ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നു അദ്ദേഹം മാത്രമാണ്. അദ്ദേഹത്തിന്റെ അറിവോടെ ആയിരിക്കില്ല, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അറിവോടെ ആയിരിക്കില്ല, പക്ഷെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതൊരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടില്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. അവർക്ക് 9.5 വർഷം ഭരിച്ചതിന്റെ ഒരു മടുപ്പ് ജനങ്ങൾക്കുണ്ട്. പക്ഷെ അത് ഭരണവിരുദ്ധ വികാരമല്ല കേട്ടോ, അതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിനപ്പുറം കുറെ വിഷയങ്ങളുണ്ട്. പക്ഷെ അത് ഭരണവിരുദ്ധ വികാരമല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള ബാധിച്ചിട്ടുണ്ട്, പക്ഷെ തങ്ങൾ പ്രതികളല്ല. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെല്ലാം ആരോപണ വിധേയർ മാത്രമാണ്. പക്ഷേ അത് ഈ പറയുന്ന തദ്ദേശത്തിൽ അവർക്ക് ബാധിച്ചിട്ടുണ്ടെന്ന് അവർ അംഗീകരിച്ചിരുന്നു. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി കാറിൽ പോയത് ബാധിച്ചിട്ടില്ല. അതൊന്നും ഇതുമായിട്ട് യാതൊരു ബന്ധവും. വെള്ളാപ്പള്ളി നടേശൻ ആയിട്ട് കാറിൽ പോയതല്ല, പുള്ളി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോ വെള്ളാപ്പള്ളി നടേശൻ ഓടി വന്ന് കയറിയതാണ്. അതെ, ഞാൻ എങ്ങനെ പറയും ഒരാൾ വണ്ടിയിൽ കയറുമ്പോ അയ്യോ കയറല്ലേ കേട്ടോ, ഇറങ്ങുന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഒരാള് പറയാൻ പറ്റും, മാധ്യമങ്ങളോട് പറയാൻ പറ്റും, കണക്ക് പുറത്തത്. പക്ഷേ വോട്ട് ബാങ്കിനോട് പറയുന്നത് പറ്റില്ല. അതെ, വോട്ടാണല്ലോ. പക്ഷെ എന്നിട്ട് വോട്ട് എവിടെ? തദ്ദേശത്തിൽ ഈ വോട്ടുകളൊക്കെ എവിടെ പോയി എന്നുള്ളത്. ഈ പൊളിറ്റിക്കൽ വോട്ടുകളും എല്ലാ വോട്ടുകളും ക്രോഡീകരിച്ചുകൊണ്ട്
നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇവർ ഇത് വിജയിക്കാൻ പോകുന്നത്. പിണറായി 3.0 വരും തീർച്ചയായിട്ടും വരും. ഈ പറയുന്ന പോലെ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറയുന്നു. അതിനപ്പുറം അത് ഒരു വശം, കാറിൽ കയറുന്ന ഒരാളോട് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറയും. പക്ഷെ വേദിയിൽ അത്രയും ആളുകളുടെ കാലിക്കസേരയൊക്കെ ആണ്, അത്രയും ആളുകളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ശബരിമല ഈ പറയുന്ന അയ്യപ്പന്റെ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തൻ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തൻ പിണറായി വിജയനാണെന്ന് പറയുമ്പോൾ, അത്രയും ആളുകളുടെ മുൻപിൽ വെച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ആ വേദിയിൽ പറയാൻ സാധിക്കുക? വ്യക്തിപരമായിട്ട് ചിലപ്പോൾ പറഞ്ഞു കാണും, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. പക്ഷെ വേദിയിൽ പറയാൻ പറ്റില്ല. പക്ഷെ പിന്നീട് തിരുത്തിയിട്ടുമില്ല എന്നുള്ളതാണ്. അതെ, മാധ്യമങ്ങളുടെ മുൻപിലോ അല്ലെങ്കിൽ പൊതുവായി വന്ന ആ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ജി സുകുമാരൻ നായരെ കൊണ്ട് നടന്നപ്പോൾ അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്നും ചീത്ത കേൾക്കേണ്ട അല്ലെങ്കിൽ അതിനെതിരെ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചെന്നുള്ളത് നമ്മുടെ പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഒരു കഴിവ് തന്നെയാണ്. അതെ, എന്റെ ഒരു സംശയം ഇതാണ്, ഈ വീണ ജോർജ് പറഞ്ഞ അതേ കപ്പലിലായിരിക്കും അല്ലേ സ്വർണം കൊണ്ടുപോയത്? ആയിരിക്കും മിക്കവാറും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ സ്വർണം എവിടെയാണെന്ന് അറിയില്ല, കപ്പൽ എവിടെയാണെന്ന് അറിയില്ല, കപ്പിത്താനും എവിടെയാണെന്ന് അറിയില്ല. ഇനി കപ്പിത്താൻ എവിടെയെങ്കിലും പൊങ്ങുമോ എന്നുള്ളതൊക്കെ സംശയമാണ്. സ്വർണ്ണക്കൊള്ളയും പക്ഷെ കപ്പിത്താൻ അറിയാതെയാണ് കേട്ടോ സ്വർണം പോയിട്ടുള്ളത്. അതെ, അറിയാതെ തന്നെ ആയിരിക്കണം, അങ്ങനെ തന്നെ ആവാനേ സാധ്യതയുള്ളൂ. അപ്പൊ ശൈലജ ടീച്ചറാണ് ഇങ്ങനെ ഇരുന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നോട് നമ്മുടെ ചീഫ് എഡിറ്ററിനെ പറ്റി ഒന്ന് പുകഴ്ത്തി പറയാൻ പറയുന്നു എന്ന് വിചാരിച്ചോ, ക്യാമറയ്ക്ക് മുന്നിൽ പറയുമ്പോ ചിരി വരില്ലേ? എങ്ങനെയാണ് അത് പറഞ്ഞു തീർക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇതിപ്പോ പറയുന്ന ആളുടെ കാര്യം പോട്ടെ, അവരത് ചെയ്യേണ്ടതാണ്, ചെയ്യുന്നുണ്ട്. അത് കേട്ടുകൊണ്ടിരുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. ക്യാമറ ചെയ്യുന്ന ആള് ഒക്കെ ഇപ്പറ ഇരുന്നുകൊണ്ട് അവർ ഒരു എക്സ്പ്രഷനും ഇടാതെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കേൾക്കേണ്ടി വന്ന ഒരു അവസ്ഥ. ഒരുപക്ഷെ അവരും ഇത്തരത്തിൽ ഇവരുടെ കൂടെയൊക്കെ തന്നെ ഇതൊക്കെ അംഗീകരിച്ച് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇതിനൊരു സാധ്യതയുണ്ട്, ഇത് ചിലപ്പോ ഒരു AI വീഡിയോ ആയിരിക്കൂലേ? ആയിരിക്കും. അതിനുള്ള സാധ്യത എങ്ങനെയാണ് നമുക്ക് മറന്നു പോകാൻ കഴിയുന്നത്? ശൈലജ ടീച്ചറൊക്കെ സ്വാഭാവികമായിട്ടും CPM-നോട് ചേർന്ന് അല്ലെങ്കിൽ LDF-നോട് ചേർന്ന് നിൽക്കുന്ന CPM-ന്റെ ഒക്കെ നേതാവായതുകൊണ്ട് ടെക്നോളജിയെ പറ്റി ധാരണയുള്ള മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ ഇതിനെ പറ്റിയായിരുന്നു ആദ്യം ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. അതൊരു AI വീഡിയോ ആയിരിക്കണം. ആണോ A1 ആണോ എന്നുള്ളത് സംശയമാണ്, അറിയില്ല ഏതാണ് എന്നുള്ളത്. എന്തായാലും ടെക്നോളജി വെച്ച് ചെയ്തതായിരിക്കും. ഒരുപക്ഷെ അവരും ഇനിയിപ്പോ വരുന്ന സമയങ്ങളിൽ പറയുമായിരിക്കും അത് A ആണ്, അതൊക്കെ പഴയ വീഡിയോ ആണ്, അങ്ങനെ എല്ലായിരുന്നു, ചുണ്ടനങ്ങുന്നത് ശ്രദ്ധിക്കൂ, പറയുന്നത് ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. കുറവാണ്. അതെ, അതിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു വീഡിയോയുടെ ഒരു ചിത്രങ്ങൾ കണ്ടിട്ട് നമുക്ക് തോന്നുന്നില്ല അത്രയും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, 3 സ്ത്രീകളുള്ള എല്ലാ വീടുകളിലും പുരുഷ സാന്നിധ്യം ഇല്ലാത്ത എല്ലാ വീടുകളിലും പിറക്കാതെ പോയ മകനാണ് പിണറായി വിജയൻ. എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ ഒരുക്കുന്ന മകനായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ സ്ത്രീ സുരക്ഷ വൻ വിജയമായിരിക്കുന്നു കേരളത്തിൽ. അതെ അതെ അതെ. ഇപ്പോ ഈ സ്ത്രീ സുരക്ഷയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് സ്ത്രീ സുരക്ഷയിൽ നമ്പർ 1 ആണെന്ന് പറയുന്നത് പോലെ കേരളത്തിൽ നമ്പർ 1 ആരോഗ്യ മേഖല, കേരളത്തിൽ എല്ലാം കൊണ്ടും നമ്പർ 1 ആയിരിക്കുന്നത്, അതായത് ലോകത്തെ വെച്ച് നമ്പർ 1 കേരളം എന്ന് പറയുന്നത്. ഇതേ വ്യക്തി തന്നെ കഴിഞ്ഞ ദിവസമാണ് തോന്നുന്നത് ഏതോ ഒരു കോൺഗ്രസ് നേതാവിനോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ആരോഗ്യ മേഖല ഏറ്റവും മികച്ചതാണെന്നാണ് CPM സർക്കാരിന്റെ വാദം. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഈ കേരളത്തെ പോലും കവച്ചു വെച്ചുകൊണ്ട് അമേരിക്കയിൽ പോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സ നടത്തുന്നതും. ചിലപ്പോൾ അവിടെ പോയി അവിടെയുള്ള ചികിത്സാ രീതികളൊക്കെ പഠിച്ച് എങ്ങനെയൊക്കെയാണ് നോക്കിയിട്ട് കേരളത്തിൽ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനായിരിക്കും. അത്തരത്തിലാണല്ലോ ഇപ്പൊ ദേശീയപാതയൊക്കെ ആണെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ പോയി അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ പോയി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി പോലും നോക്കാതെ അതിവിടെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്യാൻ ശ്രമിച്ച് വലിയ ഫ്ലോപ്പ് പോയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ PR വർക്ക് നന്നായിട്ട് പാളിപ്പോകുന്നു. കുറച്ച് മാസങ്ങളായിട്ട് ചെയ്യുന്നതെല്ലാം ബൂമറാങ്ങി വരുന്നത്. ഇപ്പൊ PR-നെ എനിക്ക് തോന്നുന്നു അതെ തിരിച്ച് പണി തുടങ്ങിയിരിക്കുന്നു. പിണറായി സർക്കാരിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് ബൂസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് പണം വാങ്ങിയിട്ട് നേരെ തിരിച്ച് കോൺഗ്രസിനും BJP-ക്കും ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇവർ ഇടിച്ചു താഴ്ത്തുകയാണോ ഇപ്പോൾ PR ചെയ്യുന്നത് എന്നുള്ളത് സംശയമാണ്. ഇനി അതിന്റെ പിന്നിൽ ആരെങ്കിലൊക്കെ കൈ ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. കാരണം ഏതെങ്കിലുമൊക്കെ സഖാവ് പറഞ്ഞ് താൻ ചെയ്തു എന്ന് പറയുന്ന ആരെങ്കിലൊക്കെ മുന്നോട്ട് വരുമോ എന്നറിയില്ല. എന്തായാലും ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് ട്രോളുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രസംഗങ്ങളൊക്കെ ഇനി പൊങ്ങി വരും എന്നുള്ളത് തന്നെയാണ്.